വരുന്നുണ്ട്. ഈ രാജ്യത്ത് വിലക്കയറ്റം വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി BJPയുടെ RSSന്റെ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ BJPക്ക് ഇത് അധികാരത്തിലേറാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ RSSന്റെ നേതൃത്വം അവർ പിന്നീട് ഭരണകൂട സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് കൈവച്ചത്. RSSകാരെ തിരികെ കയറ്റിക്കൊണ്ട് ഇവിടെ മുൻകാലങ്ങളിലെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു സമിതിയുണ്ട്, അതിനൊരു കമ്മിറ്റിയുണ്ട്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമെല്ലാം ചേർന്നിരുന്നു കൊണ്ടാണ് ഈ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിരുന്നത്. പക്ഷേ RSS അധികാരത്തിലേറിയപ്പോൾ RSSന് മനസ്സിലായി വരും കാലങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ RSSന് ഭരിക്കണമെങ്കിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കയ്യിലാക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ RSSന്റെ ഏജന്റുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നു. അതിനൊരു നിയമനിർമ്മാണം നടത്തിയവര് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വെട്ടി, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ വെട്ടി, പകരം ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മന്ത്രിയും പ്രധാനമന്ത്രിയും കൂടി ചേർന്നിരുന്ന് തീരുമാനിക്കുന്ന ഒരു കമ്മീഷനാക്കി ഇലക്ഷൻ കമ്മീഷനെ മാറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ RSSന്റെ ഏജന്റുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ട് അവർ വ്യാപകമായി ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളിലെ ആദ്യം ക്രമക്കേട് നടത്തി. മാത്രവുമല്ല ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്യമായി അവര് പേരുകൾ വെട്ടിമാറ്റി. അണിനിരക്കേണ്ടതുണ്ട്. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. നമ്മളുടെ വോട്ട് തേടി ഇവിടെ നമ്മുടെ മുസ്ലിം സംരക്ഷണ വേഷമണിഞ്ഞുകൊണ്ട് മുസ്ലിം വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരും ഇവിടുത്തെ CPMകാരും എല്ലാം വരുമ്പോൾ നാം തിരിച്ചറിയേണ്ടതുണ്ട് ആരാണ് ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാവുക. വഖഫ് ഭേദഗതി വിഷയം വന്നപ്പോൾ, NRC നടപ്പിലാക്കാൻ വന്നപ്പോൾ ഏത് പ്രസ്ഥാനമാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടായത്? അതുകൊണ്ട് ആ പ്രസ്ഥാനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പദയാത്ര സംഘടിപ്പിച്ച പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് എല്ലാവിധ വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI.